നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രം മുന്നോട്ട് വെച്ച 5 വർഷ ഫോർമുല തള്ളി ദില്ലി ചലോ മാർച്ച് പുനരാരംഭിച്ച കർഷകരെ നേരിട്ട് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഖനൗരി അതിർത്തിയിൽ ഹരിയാന പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 24-കാരനായ ഒരു കർഷകൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ആരും പ്രതിഷേധത്തിൽ മരിച്ചിട്ടില്ലെന്ന് അറിയിച്ച് ഹരിയാന പോലീസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. അഭ്യൂഹങ്ങൾ മാത്രമാണ് പരക്കുന്നതെന്നും പോലീസ് അറിയിക്കുന്നു. ഇതിന് പിന്നാലെയാണ് യുവ കർഷകന്റെ മരണം സ്ഥിരീകരിച്ചുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതോടെ കർഷക പ്രതിഷേധം കൂടുതൽ ശക്തമായേക്കുമെന്നാണ് വിവരം. ഡൽഹിയിലേക്കെത്തുന്ന കർഷക സമരത്തെ നേരിടാൻ ഹരിയാന അതിർത്തിയിൽ സോനിപത് കുണ്ഡലിയിൽ ദേശീയപാത 44-ൽ സ്ഥാപിച്ച കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കിടയിൽ വിശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉയർത്താൻ ശ്രമിക്കുന്ന ജോലിക്കാരും ഒക്കെ കൂടിയുള്ള ഒരു നേർക്കുനേരാണ് വരുന്നത്. കർഷകരെ നേരിടാൻ ശംഭു അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹം ഉണ്ട്. കണ്ണീർ വാതക ഷെല്ലുകളും റബ്ബർ ബുള്ളറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാരായ കർഷകരെ പോലീസ് നേരിട്ടത്. 1200 ട്രാക്ടർ ട്രോളികളും മറ്റും വാഹനങ്ങളുമായി 10,000-ലധികം കർഷകരാണ് ഡൽഹി അതിർത്തിയിൽ ഒത്തുകൂടിയത്. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കർഷകർ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനായി ശംഭുവിൽ വൻ പോലീസ് സന്നാഹമാണ് തമ്പടിച്ചിരിക്കുന്നത്. സമരം ചെയ്യുന്ന കർഷകർക്ക് യന്ത്രങ്ങൾ നൽകരുതെന്ന് നാട്ടുകാരോട് ഹരിയാന പോലീസ് നിർദ്ദേശിച്ചു.